ശാസ്ത്രം എത്ര മുന്നോട്ടു പോയാലും സാങ്കേതിക വിദ്യകൾ എത്ര വളർന്നാലും ചില കാര്യങ്ങളിൽ നമുക്കൊരിക്കലും ഉത്തരം കിട്ടുകയില്ല. അത്തരത്തിൽ ഉത്തരം കിട്ടാത്ത ചില ചോദ്യങ്ങളിലൊന്നാണ് ബർമുഡ ട്രയാങ്കിൾ. കപ്പലുകളെയും വിമാനങ്ങളെയും ഒരു തെളിവ് പോലും അവശേഷിപ്പിക്കാതെ വിഴുങ്ങുന്ന ഇടം, പ്രേതക്കപ്പലുകൾ നിശബ്ദം സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ഇടം, റേഡിയോകൾ നിശ്ചലമാകുന്ന, വടക്കുനോക്കി യന്ത്രങ്ങൾ ഭ്രാന്തമായി വട്ടം കറക്കുന്ന, ഇലക്ട്രോണിക് ഉപകരണങ്ങൾ പ്രവർത്തിക്കാതെയാകുന്ന ദുരൂഹമായ ഇടം, അതാണ് ബർമുഡ ട്രയാങ്കിൾ. ബർമുഡ ദ്വീപുകളെയും അമേരിക്കയിലെ ഫ്ലോറിഡയുടെ തെക്കൻ തീരത്തെയും പ്യൂർട്ടറിക്കയിലെ സാൻ ജുവാനെയും ബന്ധിപ്പിച്ച് ത്രികോണാകൃതിയിൽ കിടക്കുന്ന അറ്റ്ലാന്റിക് സമുദ്രഭാഗമാണിത്. ഏകദേശം 5 ലക്ഷം ചതുരശ്ര മൈൽ ദൂരം. ചെകുത്താൻ ത്രികോണമെന്നും കാണാതാകുന്നവർ മറയ്ക്കപ്പെട്ട ഇടമെന്നും ദൗർഭാഗ്യത്തിന് സമുദ്രമെന്നുമെല്ലാം ഈ മേഖല വിളിക്കപ്പെടാറുണ്ട്. 1964 അമേരിക്കൻ എഴുത്തുകാരൻ വിൻസെന്റ് ഗാഡിസ് ആണ് ഈ പ്രദേശത്തിന് ബർമുഡ ട്രയാങ്കിൾ എന്ന പേര് നൽകിയത്. 19-ാം നൂറ്റാണ്ടു മുതൽ ഇതുവരെ 75 വിമാനങ്ങളും 100-ലേറെ കപ്പലുകളും 1000-ലേറെ മനുഷ്യന്മാരും ബർമുഡ ട്രയാങ്കിളിനടുത്തു വെച്ച് അപ്രത്യക്ഷമായെന്നാണ് കണക്ക്. വർഷങ്ങൾ തിരച്ചിൽ നടത്തിയിട്ടും ഇത്തരത്തിൽ കാണാതായ കപ്പലുകളുടെയോ വിമാനങ്ങളുടെയോ അവശിഷ്ടങ്ങളോ കാണാതായവരുടെ മൃതശരീരങ്ങളോ കണ്ടെടുത്തു. അതുകൊണ്ടുകൂടിയാണ് ബർമുഡ ട്രയാങ്കിൾ ഇപ്പോഴും നിഗൂഢതയുടെ പട്ടികയിൽ തുടരുന്നത്. പക്ഷേ MV കൈരളി യാത്ര ചെയ്ത കപ്പൽച്ചാലിൽ എവിടെയെങ്കിലും അതിനു മുൻപോ ശേഷമോ ബർമുഡ ട്രയാങ്കിളിന് സമാനമായ ഇടമുണ്ടോ ഇല്ല സംശയിക്കത്തക്ക മറ്റു മിസ്സിംഗ് കേസുകൾ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല താനും. ഇറ്റാലിയൻ നാവികനും അമേരിക്ക കണ്ടുപിടിച്ച വ്യക്തിയുമായ ക്രിസ്റ്റഫർ കൊളംബസ് ആണ് ബർമുഡ ട്രയാങ്കിളിന്റെ ദുരൂഹതയെക്കുറിച്ച് ആദ്യം സൂചിപ്പിക്കുന്നത്. 15-ാം നൂറ്റാണ്ടിൽ ഈ പ്രദേശത്തുകൂടി യാത്ര ചെയ്യുമ്പോൾ വലിയ തീഗോളങ്ങൾ കടലിൽ വീഴുന്നതായും തന്റെ വടക്കുനോക്കി യന്ത്രം അതിവേഗത്തിൽ വട്ടം കറങ്ങിയതായും കൊളംബസ് തന്റെ യാത്രാ വിവരണത്തിൽ പറയുന്നു. 1918 മാർച്ചിൽ കരീബിയൻ ദ്വീപുകളിൽ നിന്ന് ബൾട്ടിമോറിലേക്ക് പോവുകയായിരുന്ന അമേരിക്കൻ നാവികസേനയുടെ USS സൈക്ലോപ്സ് കപ്പൽ ബർമുഡ ട്രയാങ്കിളിൽ വെച്ച് ദുരൂഹമായി കാണാതാകുന്നതോടെയാണ് ഈ പ്രദേശം വാർത്തകളിൽ നിറഞ്ഞത്. 309 പേരുണ്ടായിരുന്ന കപ്പലിനെ കുറിച്ച് ഒരു വിവരം പോലും പിന്നീട് ലഭിച്ചില്ല. അപകട സൂചനകളൊന്നും കപ്പൽ പങ്കുവച്ചിട്ടുണ്ടായിരുന്നുമില്ല. 1941 US-ന്റെ തന്നെ USS പ്രോട്ടിയസ് എന്ന കപ്പലും 1 മാസത്തിനു ശേഷം USS നീരോസ് എന്ന കപ്പലും ഇതേ പ്രദേശത്ത് അപ്രത്യക്ഷമായി. 1945 US-ന്റെ ഫ്ലൈറ്റ് 19 എന്ന 5 TBM അവഞ്ചർ ടോർപിഡോ ബോംബർ വിമാനങ്ങൾ ബർമുഡ ട്രയാങ്കിളിനു മുകളിൽ വെച്ച് റഡാറിൽ നിന്നും മറഞ്ഞു. ഇവയെ അന്വേഷിച്ചുപോയ മറ്റൊരു വിമാനവും ഇതേ മേഖലയിൽ വെച്ച് കാണാതായി. എല്ലാം ദുരൂഹമായി തോന്നുന്നു. വെള്ള നിറത്തിലുള്ള സമുദ്രത്തിലേക്ക് പോവുകയാണ് ഞങ്ങൾ. ഒന്നും ശരിയായി തോന്നുന്നില്ല. എവിടെയാണ് ഞങ്ങൾ എന്നറിയില്ല. വെള്ളയല്ല, പച്ച നിറത്തിലാണ് വെള്ളം. കാണാതായ വിമാനങ്ങളിലൊന്നിലെ പൈലറ്റ് നൽകിയ അവസാന സന്ദേശം ഇങ്ങനെയായിരുന്നു. 1948 US-ന്റെ DC-3 യാത്രാ വിമാനവും ബ്രിട്ടീഷ് അബ്രോട്ടുഡോർ വിമാനവും ഇവിടെ നിന്ന് കാണാതായി. 1949 ബർമുഡയിൽ നിന്ന് ജമൈക്കയിലേക്ക് പുറപ്പെട്ട G. എഗ്രി വിമാനം, 1963 SS മറൈൻ സൾഫർ ക്ലീൻ, 1967 സിൽവിയ എൽ ഒസ എന്ന ചരക്കുകപ്പൽ, 1984 ബഹാവസിൽ നിന്ന് പുറപ്പെട്ട യാത്രാ വിമാനം സൈന തുടങ്ങിയവ ബർമുഡ ട്രയാങ്കിൾ വിഴുങ്ങിയതിൽ ചിലതുമാത്രം. 2020 ഡിസംബറിൽ ബഹാവസിൽ നിന്ന് ഫ്ലോറിഡയിലേക്കുള്ള യാത്രാ ബോട്ട് കാണാതായതാണ് ഏറ്റവും ഒടുവിലത്തെ സംഭവങ്ങളിലൊന്ന്. 2016 കോളറാഡോ സർവകലാശാല നടത്തിയ പഠനമാണ് ബർമുഡ ട്രയാങ്കിളിനെ സംബന്ധിച്ച് ഇതുവരെ ഉണ്ടായതിൽ ഏറ്റവും സ്വീകാര്യവും യാഥാർത്ഥ്യത്തോട് അടുത്തു നിൽക്കുന്നതുമായ പഠനം. ബർമുഡ ട്രയാങ്കിളിന് മുകളിലുള്ള മേഘങ്ങളെ നിരീക്ഷിച്ച ശാസ്ത്രജ്ഞർ ഷഡ്ഭുജാകൃതിയിലുള്ള മേഘക്കൂട്ടങ്ങൾ കണ്ടെത്തിയിരുന്നു. ഇവയ്ക്ക് മണിക്കൂറിൽ 170 മൈൽ വരെ വേഗതയുള്ള അതിശക്തമായ വായു പുറന്തള്ളാനാകുമെന്നാണ്
പഠനത്തിൽ തെളിഞ്ഞത്. ഹറിക്കെയിൻ ഫോഴ്സ് വിൻഡ് എന്നറിയപ്പെടുന്ന ഈ കാറ്റിന് 45 അടി വരെ ഉയരമുള്ള തിരമാലകൾ സൃഷ്ടിക്കാനുമാകും. ഇങ്ങനെയുള്ള തിരമാലകളെ പ്രതിരോധിക്കാൻ കപ്പലുകൾക്കോ ഇത്ര വേഗത്തിൽ വീശുന്ന കാറ്റിനെ പ്രതിരോധിക്കാൻ വിമാനങ്ങൾക്കോ കഴിയാത്തതാകാം ബർമുഡ ട്രയാങ്കിളിലെ അപകടങ്ങൾക്കു കാരണമെന്നും കൊളറാഡോ ശാസ്ത്രജ്ഞർ പറയുന്നു. എന്നാൽ ബർമുഡ ട്രയാങ്കിൾ എന്നൊരു മേഖല തന്നെ ഇല്ലെന്നാണ് അമേരിക്ക പറയുന്നത്. ബർമുഡ ട്രയാങ്കിൾ ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ടതും തിരക്ക് കൂടിയതുമായ കപ്പൽ പാതയിലാണുള്ളത്. അതുകൊണ്ടാണ് അപകടങ്ങളുടെ തോത് കൂടുതലായി തോന്നുന്നതെന്നും അഭിപ്രായപ്പെടുന്ന പഠനങ്ങളുണ്ട്. പല കാണാതാകലുകളും ഷിപ്പിംഗ് കമ്പനികളുടെ ദുരാഗ്രഹത്തിന്റെ പുറത്ത് സൃഷ്ടിക്കപ്പെടുന്ന ദുരൂഹതകളാണ് എന്ന് പറയേണ്ടി വരും. പണ്ടുമുതലേ ഗതാഗതത്തിനും ചരക്കുനീക്കത്തിനും നമ്മൾ കടലിനെ ഉപയോഗപ്പെടുത്തുന്നുണ്ടെങ്കിലും ശൂന്യാകാശം പോലെ നമുക്ക് പിടിതരാത്ത പലതും കടലിലുമുണ്ട് എന്നതും ഒരു സത്യമാണ്. പഠനങ്ങൾ ഒരുപാടുണ്ടായിട്ടുണ്ടെങ്കിലും ബർമുഡ ട്രയാങ്കിളിലെ ദുരൂഹതകളുടെ മറ പൂർണ്ണമായും നീക്കാൻ ഒരു ഗവേഷണങ്ങൾക്കും സാധിച്ചിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം.